ആളുകൾ മത്സ്യത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നവരായിട്ട് തീരും കലിയുഗത്തിലും. പശുക്കളെ കിട്ടാതെ ആളുകൾ ആട്ടിൻപാല് കഴിച്ചും ജീവിക്കും. ആളുകൾ അന്യോന്യം കൊല്ലുകയും കള്ളം പറയുകയും പിടിച്ചു പറിക്കുകയും ചെയ്യും. നദീതീരത്ത് കൂന്താലി മുതലായ ആയുധങ്ങൾ എടുത്ത് അവർ കിളച്ച് മറിച്ച് കൃഷി ചെയ്യും. പലതും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അധികവും മുളക്കില്ല. മുളച്ച ചെടികളും അധികം ഫലവും തരില്ല, അല്പഫലം മാത്രം നൽകും. അച്ഛൻ മക്കളെ കൊല്ലും, മക്കൾ അച്ഛനെയും തല്ലിക്കൊല്ലും. മ്ലേച്ഛഭൂതം ജഗത്സർവം നിഷ്ക്രിയം യജ്ഞവർജിതം ഭവിഷ്യതി നിരാനന്ദം അനുത്സവമഥോ തഥാ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ലോകം മുഴുവനും മ്ലേച്ഛന്മാരുടെ കയ്യിൽ അകപ്പെടും. എന്ന് വെച്ചാൽ ലോകത്തിൽ ആളുകൾ മ്ലേച്ഛന്മാരായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ സ്വഭാവം കൊണ്ടും ആചാരം കൊണ്ടും മ്ലേച്ഛന്മാരായിട്ട് മാറുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാതാവുകയും യജ്ഞങ്ങൾ നടക്കാതാവുകയും അങ്ങനെ ലോകത്തിൽ ആനന്ദവും ഉത്സവവും ഇല്ലാതാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. വരാനിരിക്കുന്ന കാര്യമായിരിക്കാം. ഏതായാലും അത് വരാനിരിക്കുന്നത് ഭീകരമായ ഒരു കാലത്തിൻ്റെ മുഖമാണ് എന്നാണ് പറയുന്നത്. ഈ കലിയുഗത്തിൽ കന്യാദാനം ഉണ്ടാകില്ല. ആരും കന്യയെ യാചിക്കില്ല, കന്യയെ ആരും കൊടുക്കുകയുമില്ല. കന്യകമാർ സ്വേച്ഛാചാരികളായിട്ട് ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യുന്ന വ്യവസ്ഥ ഉണ്ടാകും. സ്ഥവിരാഹ ബാലമതയോ ബാലസ്ഥവിരബുദ്ധയ. വൃദ്ധന്മാരായ ആളുകൾ കുട്ടികളെപ്പോലെ ഒരു പക്വതയുമില്ലാതെ പെരുമാറുകയും കുട്ടികൾ പക്വതയുള്ളവരെ പോലെ സ്ഥവിരബുദ്ധികളായിട്ട് പെരുമാറുകയും ചെയ്യും. മനുഷ്യൻ്റെ പരമാവധി ആയുസ് 16 വയസ്സായിട്ട് മാറും. ഒടുവിൽ സൂര്യനും വ്യാഴവും ചന്ദ്രനും ഈ 3 ഗ്രഹങ്ങളും പുഷ്യ നക്ഷത്രത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ശുഭമായ കാര്യം നടക്കുക, അതായത് കൃതയുഗാരംഭം ഉണ്ടാവുക.